സ്നേഹാദരണീയരായ വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് റബ്ബിന്റെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു വിശ്വാസി സമൂഹത്തിന് അനുഗ്രഹിച്ചു നൽകിയിട്ടുള്ള, ഒരു വിശ്വാസിക്ക് പോലും സ്വപ്നം കാണാൻ സാധിക്കാത്ത അനുഗ്രഹങ്ങളെ കൊണ്ട് അള്ളാഹു ധന്യമാക്കിയ പരിശുദ്ധ റമദാൻ മാസം അതിന്റെ അവസാന സമയങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് സർവ ഐശ്വര്യത്തോടെയും പ്രൗഢിയോടെയും നമ്മിലേക്ക് നിശ്ചയിക്കപ്പെട്ട റമദാൻ മാസം ചില ഹൃദയങ്ങൾ കഴിയുകയും ചില ഹൃദയങ്ങൾക്ക് ഇളക്കം കൊടുക്കാൻ പറ്റാതെയും നമ്മിൽ നിന്ന് യാത്ര ചോദിക്കാനിരിക്കുന്ന അവസാന ആഴ്ചകളിലേക്കാണ് എത്തിയിട്ടുള്ളത്. ചില ആളുകൾ പറയുന്നത് പോലെ അന്ത്യനാൾ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ വർഷങ്ങൾ മാസങ്ങളെപ്പോലെയും മാസങ്ങൾ ആഴ്ചകളെപ്പോലെയും ആഴ്ചകൾ ദിവസങ്ങളെപ്പോലെയും ദിവസങ്ങൾ മണിക്കൂറുകളെപ്പോലെയും വളരെ പെട്ടെന്ന് അവസാനിച്ചുകൊണ്ടിരിക്കുന്നൊരു അന്തരീക്ഷമാണ്, അനുഭവമാണ് ഇന്ന് നമ്മൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത റമദാനിൽ നമ്മൾ ആരൊക്കെയുണ്ടാകും? ഇതുപോലെ നോമ്പനുഷ്ഠിക്കാനും നോമ്പ് തുറപ്പിക്കാനും പള്ളികൾ സജീവമാക്കാനും ഖുർആൻ ഓതാനും നമ്മളിൽ എത്ര പേര് അടുത്ത റമദാനിൽ നമുക്ക് ജീവനുണ്ടാകും എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്തവരാ. അതുകൊണ്ടാ ഒരിക്കൽ മുആദ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യമനിലേക്ക് പ്രബോധനത്തിനയക്കുമ്പോ മുആദിനെ യാത്രയാക്കുന്ന നബി തങ്ങൾ പെട്ടെന്ന് പറഞ്ഞു, മോനെ മുആദേ, ഒരു പക്ഷേ നീ തിരിച്ചു വരുന്നത് എന്റെ ഖബറിന്റെ അരികിലൂടെയായിരിക്കും. അത് കേട്ട സെക്കൻഡിൽ കരയുന്ന സഹാബക്കളോടൊപ്പം മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ, ഞാൻ മരിക്കുന്നത് വരെ എന്റെ കണ്ണുകൾ അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പുഞ്ചിരിയോടെ നബി തങ്ങൾ പറഞ്ഞു, എന്റെ ഖബറിന്റെ അരികിലൂടെയായിരിക്കും നീ തിരിച്ചു വരിക. അത്രയേറെ നമ്മളുടെ ഓരോരുത്തരുടെയും മരണം തൊട്ടടുത്തുണ്ട്. ആ റമദാനിൽ നമുക്ക് അല്ലാഹു അവസരം തന്നിട്ടുണ്ടെങ്കിൽ റമദാൻ കൊണ്ട് പടച്ച റബ്ബ് ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് നമ്മളിൽ എത്ര പേർക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ റമദാനിന്റെ അവസാന രാവുകൾ ഉള്ളം പെടയുന്നതാണ്. ഉള്ളം പെടയുന്നുണ്ടെങ്കിലും ആശ്വസിക്കാനുള്ള വകുപ്പും വിശ്വാസികൾക്കുണ്ട്. കാരണം അനുവദിക്കപ്പെട്ട ഭക്ഷണം, അങ്ങേയറ്റം ദാഹമുണ്ടായിട്ടും നമ്മൾ ആ വെള്ളം വേണ്ടെന്ന് വെച്ചു. നമ്മൾ അധ്വാനിച്ച പണം കൊണ്ടുണ്ടാക്കിയ ഭക്ഷണമുണ്ടായിട്ടും ഒരു സമയം വരെ നമ്മൾ ആ ഭക്ഷണം വേണ്ടെന്ന് വെച്ചു. നമ്മളിൽ പലർക്കും വലിയ തിരക്കുണ്ടെങ്കിലും ജമാഅത്തിന് നമ്മൾ പള്ളിയിലേക്ക് എത്തി. ഏതൊക്കെ തിരക്കിന്റെ ഇടയിലാണെങ്കിലും അള്ളാഹുവിന്റെ ഖുർആൻ നമ്മൾ പാരായണത്തിന് സമയം കണ്ടെത്തി. കയ്യിൽ 5 പൈസ ഇല്ലെങ്കിലും ഒരാൾ കൈനീട്ടുമ്പം കൊടുക്കാതെ പോകാൻ നമ്മളെ മനസ്സ് സങ്കടപ്പെട്ടു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളം പിടയുന്നുണ്ടെങ്കിലും വലിയൊരു സമാധാനവും അവർക്ക് നേടാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഓരോരുത്തരും എത്തി നിൽക്കുന്നത് ഫിനിഷിംഗ് പോയിന്റില. അതുകൊണ്ടാണ് മുൻഗാമികളായ ഉലമാക്കൾ രേഖപ്പെടുത്തിയതും, നിങ്ങൾ തുടക്കത്തിൽ എത്ര പേരോടി, ആ ഓട്ടത്തിൽ ആരൊക്കെ മുൻപിലെത്തി, പിന്നീട് ആ മുൻപിലെത്തിയവരെ ആരൊക്കെ വഴിയിലേക്ക് തട്ടിയിട്ടു, ഇതൊക്കെ റബ്ബ് പരിശോധിക്കുന്നതും കൂലി നിശ്ചയിക്കുന്നതും അതിന്റെ അവസാനത്തിലാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുകൊണ്ട് ഓർമ്മപ്പെടുത്തിയതും, ഇന്നമൽ അഅമാലു ബിൽ ഖവാതീമ. ഇന്നമൽ അഅമാലു, ഒരു മനുഷ്യന്റെ പ്രവർത്തനത്തിന് റബ്ബ് പ്രതിഫലം നൽകുന്നത് ബിൽ ഖവാതീമി,
അതിന്റെ അവസാനാവസ്ഥയെ നോക്കിയിട്ട. അവന്റെ തുടക്കത്തിൽ ആവേശം കണ്ടിട്ടല്ല, അവന്റെ തുടക്കത്തിലുള്ള ഭംഗി കണ്ടിട്ടല്ല. ബിൽ ഖവാതീമി, അതിന്റെ അവസാനമെത്തുമ്പോ എത്രത്തോളം ആത്മാർത്ഥമായി അവൻ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പരിശോധിച്ചിട്ടാണ് ഇന്നമൽ അഅമാൽ, അള്ളാഹു ഓരോ പ്രവർത്തനത്തിനും കൂലി നിശ്ചയിക്കുന്നത്. അതുകൊണ്ടാ ഒരിക്കൽ ഒരു യുദ്ധക്കളത്തിൽ 6ഓളം ശത്രുക്കളെ കൊന്നൊരു സ്വഹാബി മുന്നേറുകയാണ്. കണ്ടു നിൽക്കുന്ന പല സഹാബാക്കളും അസൂയയോടെ പറഞ്ഞു, നബി തങ്ങളെ, 6 ശത്രുക്കളെ അവൻ വകവരുത്തിയിട്ടുണ്ട്, അവനൊക്കെ റബ്ബിന്റെ ഉന്നത സ്ഥാനത്തായിരിക്കും. പക്ഷേ സംസാരിച്ച സ്വഹാബത്തിന്റെ മുഖത്ത് നോക്കി നബി തങ്ങൾ തിരിച്ചു പറഞ്ഞു, ഇന്നഹു ഫിന്നാർ, അവൻ നരകത്തിലാണെന്നാണ് റബ്ബിന്റെ ഓർമ്മപ്പെടുത്തൽ. അത്ഭുതത്തോട് സഹാബത്ത് നോക്കി നിൽക്കുമ്പോ 7ാമത്തെ ശത്രുവുമായി യുദ്ധം നടത്തുന്നതിനിടയിൽ ശത്രുവിന്റെ വെട്ടേറ്റവന്റെ കൈക്കൊരു മുറിവ് പറ്റി. രക്തമൊഴുകുകയും വേദന സഹിക്കാൻ പറ്റാതാവുകയും ചെയ്തപ്പോ 6 ശത്രുക്കളെ കൊന്ന അവന്റെ സ്വന്തം വാള് അതിന്റെ പിടിഭാഗം മണലിലേക്ക് പിടിച്ചു കുത്തിത്താഴ്ത്തി മൂർച്ചയുള്ള ഭാഗം മുകളിലേക്ക് വെച്ച് ആ സ്വഹാബി അതിന്റെ മേലേക്ക് കമന്നു വീണു. ആത്മഹത്യ ചെയ്ത ആ മനുഷ്യനെ ചൊണ്ടി നബി തങ്ങൾ പറഞ്ഞു, ഇന്നമൽ അഅമാലു ബിൽ ഖവാതീമി, അള്ളാഹു ഒരു മനുഷ്യന്റെ അവൻ ചെയ്ത കർമ്മത്തിന്റെ കൂലി നിശ്ചയിക്കുന്നത് അതിന്റെ അവസാനത്തോടടുക്കുമ്പോ അവൻ എത്രമാത്രം അതിൽ ആത്മാർത്ഥത കാണിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാ ഈ ത്യാഗത്തിന്റെ പരിശ്രമത്തിന്റെ അടയാളം ഒരിക്കലും നമ്മളെ ജീവിതത്തിൽ നിന്നും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. എന്തിനായിരുന്നു റമദാൻ? ഇന്ന് ചില ആളുകൾ പറയുന്നത് പോലെ പട്ടിണി കടന്നതോടുകൂടി ശരീരമൊക്കെ ഒന്ന് സെറ്റായി, പട്ടിണിയുടെ വില നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇതൊക്കെ ഒരു കേവലം യാന്ത്രികമായ ഭൗതിക കാര്യങ്ങൾ മാത്രമാണ്. ഇതല്ല റബ്ബ് നമ്മളെ കൊണ്ട് റമദാനിനെ കൊണ്ട് ഉദ്ദേശിച്ചത്. മറിച്ച് റബ്ബ് ഓർമ്മപ്പെടുത്തി, ലഅല്ലക്കും തത്തഖൂൻ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, തിരിച്ചുള്ളൊരു യാത്രയെ സ്വപ്നം കാണുന്ന, എന്റെ യാത്ര റബ്ബിന്റെ സ്വർഗത്തിലെ അവസാനിക്കാവൂ എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന ഒരു തഖ്വക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് റമദാൻ. ആ തഖ്വ നേടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ആ അധ്വാനം നഷ്ടപ്പെടുത്തരുത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ആത്മാർത്ഥമായിട്ടാണ് ചെയ്തതെങ്കിൽ അത് നിലനിർത്താൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. കാരണം നമുക്ക് ആ മാറ്റം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, നമുക്ക് തോന്നുന്നുണ്ട് ഒരു മാറ്റം എനിക്കുണ്ടായിട്ടുണ്ട്, നിസ്കാരത്തിലും അല്ലാത്ത കാര്യത്തിലൊക്കെ എനിക്കൊരു ഭംഗി വന്നിട്ടുണ്ട്, എനിക്കെന്തോ പള്ളിയുമായിട്ടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തോന്നുന്നവൻ പടച്ചോനോട് പ്രാർത്ഥിക്കണം, റബ്ബേ അതെനിക്ക് നിലനിർത്തി തരണം, എന്റെ ജീവിതത്തിൽ നിന്നും ആ ഒരു തഖ്വ നീ നഷ്ടപ്പെടുത്തരുത് റബ്ബേ. കാരണം ആ പ്രാർത്ഥനയാണ് അടിമയെ അള്ളാഹു ആദരിക്കാനുള്ള അവകാശം. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു, കുൽ, നബിയെ അവരോട് പറയണം, മാ യൗബഹു ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ പടച്ചോ നിങ്ങൾക്കൊരു വിലയും തരൂല, ഒരു സ്ഥാനവും പടച്ചോ നിങ്ങൾക്ക് തരൂല. അതുകൊണ്ട് നേടിയെടുത്തതൊക്കെ നിലനിൽക്കണം റബ്ബേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാഥന്റെ അരികിലേക്ക് അടുക്കണം. നേടിയെടുത്തത് നഷ്ടപ്പെടുത്തുന്നതൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് റബ്ബിന്റെ മുൻപിൽ നമ്മൾ സാക്ഷി പറയണം. കാരണം നോറ്റ നോമ്പിന്റെ കൂലി അള്ളാഹുവിന്റെ അടുത്ത് നമുക്ക് കാണണം, അതിൽ കുറവുകൾ ഉണ്ടാകരുത്. മഹാനായ അതാ ഉസ്സലമി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം നബി തങ്ങൾ ഉലമാക്കൾ പിൻകാലഘട്ടത്തിന് ഓർമ്മപ്പെടുത്തി കൊടുത്തു. അതാ ഉസ്സലമി നല്ല കാർപ്പറ്റ് നിർമ്മിക്കുന്നവനായിരുന്നു, പരവതാനി തുന്നുന്നവൻ. അദ്ദേഹത്തിന്റെ മുഴുവൻ സമ്പത്തും മുഴുവൻ കഴിവുകളും എടുത്ത് അദ്ദേഹം ഭംഗിയുള്ള ഒരു പരവതാനി നെയ്തു. അദ്ദേഹം പലരോടും പറഞ്ഞു, എന്റെ ആയുസ്സിന്റെ ലക്ഷ്യമായിരുന്നു ഇത്, എന്റെ മുഴുവൻ കഴിവും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഭംഗിയാർന്ന ആ പരവതാനി എടുത്ത് മദീനയിലെ ചന്തയിൽ വന്ന് അദ്ദേഹം വിൽപ്പന ആരംഭിച്ചു. പക്ഷേ വന്നു നോക്കുന്ന ഓരോരുത്തരും അതിങ്ങനെ തിരിച്ചും മറച്ചും നോക്കിയിട്ട് പറഞ്ഞു, അതാ ഉസ്സലമി ഈ ഭാഗം ഒന്നും കൂടി തുന്നായിരുന്നു, അതാ ഉസ്സലമി ഈ കളർ ഒന്ന് മാറ്റായിരുന്നു. വന്നു പോയവർ മുഴുവനും അതിന്റെ ഓരോ പോരായ്മകളെ പറ്റി സംസാരിച്ചപ്പോ അതാ ഉസ്സലമി ഹൃദയം പൊട്ടി കരയാൻ തുടങ്ങി. കണ്ടു നിൽക്കുന്ന സഹാബത്ത് ചോദിച്ചു, എന്തിനാ അതാ ഉസ്സലമി, അത് അവരുടെ കുറ്റം പറച്ചിലല്ലേ? അതാ ഉസ്സലമി റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, ഞാൻ കരഞ്ഞത് എന്റെ വിരിപ്പിനവർ കുറ്റം പറഞ്ഞതുകൊണ്ടല്ല, ഇത്രയേറെ ത്യാഗം ചെയ്ത് ഇത്രയേറെ ക്ഷീണം സഹിച്ച് ഞാൻ എന്റെ ജീവിതത്തിൽ വലിയൊരു സമ്പാദ്യമാണെന്ന് കരുതിയ
എന്റെ ഈ ഒരു പരവതാനിക്ക് അത്രയും കുറ്റം അവർ കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ നമസ്കാരത്തിന്, എന്റെ നോമ്പിന്, എന്റെ ഇബാദത്തിന് അള്ളാഹു കുറ്റം പറയുന്ന രംഗം ഞാൻ ആലോചിച്ചു പോയി. അത് ശരിയായിട്ടില്ല എന്ന് റബ്ബ് പറയുമ്പോ എന്റെ പരവതാനിക്ക് കുറവുണ്ടെന്ന് പറഞ്ഞവരെ മുൻപിൽ വെച്ച് എനിക്കത് മാറ്റി തുന്നാം. ആ കളർ എനിക്ക് മാറ്റാം. ഒരാളും എന്നെ നിയന്ത്രിക്കില്ല, എന്റെ കൈ പിടിക്കാൻ വരൂല. പക്ഷെ എന്റെ റബ്ബിന്റെ മുൻപിൽ നിന്റെ നോമ്പ് ശരിയായിട്ടില്ലടോ എന്ന് റബ്ബ് പറയുമ്പോ തിരിച്ചു നോക്കാൻ എനിക്കൊരവസരമുണ്ടാകില്ല. നോമ്പൊന്ന് ഭംഗിയാക്കാൻ എനിക്ക് നോമ്പ് നോൽക്കാൻ ആഖിറത്തിൽ പടച്ചോൻ സ്ഥാനവും തരൂലെങ്കിൽ അതാലോചിച്ചപ്പോ എനിക്ക് വല്ലാതെ സങ്കടം തോന്നി. അതുകൊണ്ട് ആ സഹോദരങ്ങളെ, നോറ്റത് റബ്ബിനു വേണ്ടിയാണെങ്കിൽ, വയറിനു വേണ്ടിയിട്ടല്ലെങ്കിൽ ഓരോരുത്തരും നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹുമ്മ ജഅൽ ഖൈറ ഉംരി ആഖിറഹു, അല്ലാഹുമ്മ ജഅൽ, റബ്ബേ നീ എനിക്കാക്കി തരണം, ഖൈറുൻ ഏറ്റവും നന്മയാക്കി തരണം, ഉംരി ആഖിറഹു എന്റെ അവസാന നാളുകൾ, എന്റെ വാർദ്ധക്യത്തിൽ, എന്റെ ജീവിതത്തിന്റെ അവസാന സമയങ്ങളിൽ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ഖൈറാക്കി തരണം റബ്ബേ. വഖൈറു അമലി, എന്റെ ഇബാദത്തുകൾ, ഞാൻ ചെയ്യുന്ന സർവ്വ കർമ്മങ്ങളും എനിക്ക് ഖൈറാക്കി തരണം. ഖവാതീമഹു, അതിന്റെ പര്യവസാനത്തിൽ, അവസാനാവസ്ഥയിൽ ഞാൻ ആ തുടക്കത്തിൽ ചെയ്ത ആ ആവേശം എന്റെ അവസാനത്തിലേക്ക് എനിക്ക് ഉണ്ടാവണം റബ്ബേ. ഞാൻ ആ പങ്കെടുത്ത തറാവിഹിന്റെ ക്വാളിറ്റി ഈ റമദാനിന്റെ അവസാന രാവുകളിൽ എനിക്ക് ഉണ്ടാവണം റബ്ബേ. അതുകൊണ്ട് എന്റെ അമലുകൾ തുടക്കത്തിൽ എത്ര ഭംഗിയായിരുന്നോ അതേ ഭംഗി എന്റെ അവസാന സമയത്തും ആ കർമ്മങ്ങളിൽ എനിക്കുണ്ടാക്കി തരണം. വഖൈറു അയ്യാമി, എന്റെ ദിവസങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട ദിവസം നീ ആക്കിത്തരേണ്ടത് യൗമി അൽഖാക, നിന്നെ കണ്ടുമുട്ടുന്ന ദിനമാകണം. നിന്നെ കണ്ടുമുട്ടുന്ന ദിവസമാണ് റബ്ബേ എന്റെ ഏറ്റവും നല്ല ദിവസമായിട്ട് നീ എനിക്ക് മാറ്റിത്തരേണ്ടതും. ആ ഒരു ദിവസത്തിലേക്കുള്ള യാത്രയാണ് നമ്മളെങ്കിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാൻ വിട പറഞ്ഞാലും അതിന്റെ ഒരു തഖ്വ, അതിന്റെ ഒരു ഭംഗി നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകും. അതുണ്ടാവുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ റമദാൻ നമ്മെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. രണ്ടാമതായി, പാപമോചനത്തിന്റെ മാസമായിരുന്നു. ഹൃദയം തുറന്ന് റബ്ബിനോട് കരഞ്ഞ മാസം. ചെയ്തു പോയ സർവ്വ പാപങ്ങളും അള്ളാഹുവിന്റെ മുൻപിൽ കരഞ്ഞുകൊണ്ട് അവതരിപ്പിച്ച മാസം. ഇനിയൊരു തീരുമാനമെടുക്കണം, ഞാൻ ഇനി തെറ്റാവർത്തിക്കുകയില്ല. ഇനി എന്റെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടൊരു പാപത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയില്ല. വല്ലാഹി, ലോകത്തിന്റെ നബി തങ്ങൾ പഠിപ്പിച്ചതുപോലെ, വല്ലാഹി എന്റെ റബ്ബാണേ സത്യം, ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, ഞാൻ എന്റെ റബ്ബിനോട് കരഞ്ഞിട്ടുണ്ട്, എന്റെ ഹൃദയം റബ്ബിന്റെ മുൻപിൽ തുറന്നു വെച്ചിട്ടുണ്ട്. ഇനി എന്റെ നാഥാ വഅതൂബു ഇലൈഹി, നിന്നിലേക്ക് ഞാൻ എന്റെ പശ്ചാത്താപം ഏൽപ്പിക്കുന്നു റബ്ബേ. അറിവില്ലാത്ത പ്രായത്തിലും ജീവിതത്തിന്റെ തിരക്കുകളിലും ആസ്വാദനത്തിലും പലതും പറ്റിപ്പോയിട്ടുണ്ട് റബ്ബേ. എല്ലാം നിന്നിലേക്ക് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു പാപവും ചെയ്യാത്ത നബി തങ്ങള് ദിവസം 100 തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാറുണ്ടായിരുന്നു. ജീവിതത്തിന്റെ പാപങ്ങളിൽ ഒരെണ്ണം കിട്ടാത്ത നമ്മളും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാ ഇസ്ലാമിന്റെ അവസാന ഘട്ടം, ലോകത്തുള്ള പല ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സമയം ശത്രുക്കൾ എല്ലാവരും ഇസ്ലാമിന് കീഴൊതുങ്ങി. ഇസ്ലാമിന്റെ തണലിലേക്ക് പലരും കയറി വരുമ്പോ റബ്ബ് റസൂലിന് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. പ്രവാചകരെ, നിങ്ങളിലേക്ക് ജനങ്ങൾ വരുന്നത് കണ്ടാൽ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്, ഇസ്ലാം ലോകത്ത് വിജയിച്ചു, മുസ്ലിമീങ്ങൾ ഇസ്ലാമിലേക്ക് പ്രവേശനം തുടങ്ങിയെങ്കിൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, നിങ്ങൾ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം നബിയെ. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം റബ്ബിന്റെ ദഅവത്തേറ്റെടുത്ത് ഒരു ജനതയെ, ഒരു സംഘത്തെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് മാറ്റിയ ലോകത്തിന്റെ റസൂലിനോട് പടച്ചോൻ പറയാ എന്ന് കരുതി ഞാൻ ചെയ്തതല്ലേ ഇതൊക്കെ, അതുകൊണ്ട് ഇതൊക്കെ എനിക്ക് വലിയ ഗുണാവെന്ന് വിചാരിക്കല്ലേ. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, നിന്റെ രക്ഷിതാവിനോട് നീ സ്തുതികീർത്തനം പറഞ്ഞുകൊണ്ടിരിക്കണം. നിനക്കത് ചെയ്യാൻ പറ്റിയതിന്, നിനക്ക് മാറാൻ പറ്റിയതിന്, നിന്നെ കൊണ്ട് വെളിച്ചം കിട്ടിയതിന്, ഈ സമൂഹത്തിന് പണിയെടുക്കാൻ പറ്റിയതിന്, ആരോഗ്യം കിട്ടിയതിന്, ഭക്ഷണം കിട്ടിയതിന്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു, എന്നിട്ട് നിന്റെ കൂട്ടത്തിലേക്ക് വന്ന മറ്റുള്ളവർക്ക് വേണ്ടിയും നീ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കണം. ഇന്നഹു കാന തവ്വാബ, അവൻ തൗബ സ്വീകരിക്കുന്നവനാ. അറിഞ്ഞു ചെയ്ത പാപങ്ങളിൽ പലതും
റബ്ബിനോട് ഏറ്റുപറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ആ തെറ്റിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കണം. നാദാ, എന്റെ ഹൃദയത്തെ സബ്ബിത്ത് കൽബി അലാ ദീനിക, നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണം റബ്ബേ.